എല്ലാവർക്കും നമസ്കാരം. ഇന്ന് പച്ചക്കുരുമുളകും പച്ചമല്ലിയും കൂടെ അരച്ചിട്ട് മത്തി വരട്ടിയെടുക്കാം. അതിനായിട്ട് വേണ്ട സാധനങ്ങളാണ്: പച്ചക്കുരുമുളക് 3 സ്പൂണ്, പച്ചമല്ലി 3 സ്പൂണ്, 1/4 ടീസ്പൂൺ ഉലുവ, 1/4 ടീസ്പൂൺ കടുക്, ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞു വെച്ചത്, ഒരു തക്കാളി അരിഞ്ഞു വെച്ചത്, 2 മീഡിയം സൈസ് ഉള്ളി, അതിലേക്ക് 2-3 വെളുത്തുള്ളിയും കൂടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പച്ചമല്ലി പച്ചക്കുരുമുളകും കൂടെ നന്നായിട്ട് അരച്ചെടുക്കണം. പിന്നെ ഇതെല്ലാം നന്നായിട്ട് വഴറ്റിയെടുക്കണം. അപ്പോൾ വഴറ്റിയെടുത്തതിലേക്ക് അരച്ച് വെച്ച പച്ചമല്ലി പച്ചക്കുരുമുളകും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് വഴറ്റിയിട്ട് അതിലേക്ക് പുളി ഒഴിക്കുക. പുളി കുറച്ച് കട്ടിയിൽ പിഴിയണം. അതിലേക്ക് പാകത്തിന് ഉപ്പും കൂടെ ഇടുക. ഈ മത്തിയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് കുറുക്കിയെടുത്തിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പില ഇട്ടിട്ട് വാങ്ങി വെക്കാം. ചോറിനും ചപ്പാത്തിക്കൊക്കെ കഴിക്കാൻ നല്ലതാണ്, അടിപൊളി ഇതാണ്. അപ്പോൾ നമുക്കിതിൻ്റെ റെസിപ്പികളൊക്കെ കാണിച്ചു തന്നു. ഇനി ഇത് ഉണ്ടാക്കുന്ന രീതി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതും കൂടെ കഴിഞ്ഞാൽ ഇതിൻ്റെ പൂർത്തിയായി. ചട്ടി അടുപ്പത്ത് വെച്ച് നന്നായിട്ട് ചൂടാവട്ടെ. നന്നായി ചൂടായി കഴിഞ്ഞു. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. വെളിച്ചെണ്ണ നന്നായി ഒന്ന് ചൂടാവട്ടെ. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി. ചട്ടി ആവുന്നതുകൊണ്ട് ഒന്ന് ചൂടാവാൻ കുറച്ച് താമസമെടുക്കും. ഉലുവ കടുക് ഇട്ടു. അത് രണ്ടും കൂടി ഒന്ന് പൊട്ടട്ടെ. കടുകൊക്കെ നന്നായി പൊട്ടി കഴിഞ്ഞു. അതിലേക്ക് ഉള്ളി വെളുത്തുള്ളി കൂടെ അരിഞ്ഞത് ഇട്ടു. അത് ഒന്ന് നന്നായിട്ട് വഴന്ന് വരട്ടെ. അതിലേക്ക് കുറച്ച് ഉപ്പിട്ടു. 1 സ്പൂൺ ഉപ്പാണ് ഇട്ടത്. ആവശ്യത്തിന് ഉപ്പിടുക. നന്നായിട്ട് ഇളക്കിയും കൊണ്ടിരിക്കുക. ഇനി മുറിച്ച് വെച്ച തക്കാളിയും കൂടെ ഇട്ടു. രണ്ടും കൂടെ ഒന്ന് വഴന്ന് വരട്ടെ. അരിഞ്ഞു വെച്ച ഇഞ്ചിയും കൂടെ ഇട്ടു. അതിലേക്ക് നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ. ഒന്ന് തീ കുറച്ച് കൊടുക്കാം. ചട്ടി ചൂടായി കഴിഞ്ഞാൽ പിന്നെ വലിയ പ്രയാസമില്ല. അതിലേക്ക് ഓരോന്ന് ഇട്ട് കൊടുത്താൽ മതി. മഞ്ഞൾപ്പൊടി 1 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇടാം. നന്നായിട്ട് ഇളക്കിയും കൊണ്ടിരിക്കുക. തുടർച്ചയായിട്ട് ഇളക്കണമെന്നില്ല. ഒന്ന് വഴന്ന് വരുന്നവരെ ഒന്ന് ഇളക്കിയാൽ മതി. ഒന്ന് വഴന്ന് വരുന്നുണ്ട്. ചെറുതായിട്ടൊക്കെ ഒന്ന് വഴന്ന് വരുന്നുണ്ട്. അതിലേക്ക് പച്ചക്കുരുമുളകും മല്ലിയും കൂടെ അരച്ചതാണ് ഒഴിക്കുന്നത്. അത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഒന്ന് ആ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ട്
നല്ല പച്ചമണം ഉണ്ടാവും. പച്ച മല്ലിയും പച്ച കുരുമുളകും ആണല്ലോ. അപ്പോൾ അതൊന്ന് നന്നായിട്ട് ആ മണം ഒന്ന് വിട്ട് വരട്ടെ. പുളി പിഴിഞ്ഞ് വെച്ചതാണ്. ഒന്ന് കുറച്ച് കട്ടിയിലാക്കിയിട്ട് പിഴിയണം. പുളി ഒന്ന് കുറുകി വരണ്ടേ, അപ്പോൾ കുറച്ച് കട്ടിയിലാക്കിയിട്ട് പിഴിയുക. അതൊന്ന് തിളച്ച് കഴിഞ്ഞാൽ മീനിടാം. ഒന്ന് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. ഇനി അതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം. ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഉടഞ്ഞു പോകരുത്, അതാണ് ചെറുതായിട്ട് ഇളക്കി കൊടുക്കുക. അല്ലെങ്കിൽ ചട്ടി പിടിച്ചിട്ടൊന്ന്. മീൻ നന്നായി വെന്തൊക്കെ കഴിഞ്ഞു. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇടുക. കറിവേപ്പില ഇട്ട് കഴിഞ്ഞിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. കൂടുതൽ ഇളക്കിയാൽ എന്താ വെച്ചാൽ അത് ഉടഞ്ഞു പോകും, അതാണ്. അപ്പോൾ അതിന് ചാറ് നന്നായിട്ടുണ്ട്. ആ ചാറ് കൂട്ടി തന്നെ കഴിക്കാൻ നല്ല രുചിയാണ്. അപ്പോൾ സ്റ്റവ് ഒക്കെ ഓഫ് ചെയ്തു. ടേസ്റ്റ് നോക്കാം. നല്ല ടേസ്റ്റാണ്, അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കി കഴിക്കണേ. കഴിച്ചിട്ട് ഇതിൻ്റെ അഭിപ്രായം പറയുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു വീഡിയോ ആയിട്ട് ഉടനെ വരും. അതുവരേക്കും എല്ലാവർക്കും ബായ്.